നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഷ്റൂം കൊണ്ടുള്ള ബജിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ മഷ്റൂമിൻ്റെ ഫാമുണ്ട്. ചെറിയൊരു ഫാമാണ്, 250 ബെഡൊക്കെ ഉള്ളൊരു ഫാമാണ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കൂണ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം ബാലൻസ് വന്നായിരുന്നു കടയിലൊക്കെ കൊടുത്തതിൻ്റെ ശേഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കട്ടയൊക്കെ ഉണ്ട്, അതൊന്ന് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നോൺ വെജ് കഴിക്കാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെയധികം ഗുണങ്ങളുള്ള ഒരു വെജിറ്റേറിയൻ ഫുഡാണ് കൂണ്. ഇതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ചപ്പാത്തിക്ക് കറിയായിട്ട് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഉരുളക്കിഴങ്ങിട്ട് ഗ്രേവി ആയിട്ടും വെക്കാം. ബീഫ് ഉലർത്തുന്നത് പോലെ ഉലർത്തിയെടുക്കാം. തേങ്ങയിട്ട് തോരൻ വെക്കാം. കൂടാതെ കട്ട്ലേറ്റ്, ബജി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൂണും കൊണ്ട് ഉണ്ടാക്കാം. നമ്മളിപ്പം ഈ ഒരു രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പം കട്ടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളൂ, കാരണം നമ്മൾ മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊന്നിനും എടുക്കത്തില്ലാത്തതുകൊണ്ട് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ വേണേൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ അവസാനം കോരുന്ന ആ സമയമാകുമ്പോഴത്തേക്കിന് കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. കൂണ് നമ്മൾ നല്ലതായിട്ട് ഇതേ കഴുകിയിട്ട്, ഞാൻ അതിൻ്റെ തണ്ട് എടുത്തിട്ടില്ല, ഈ എതള് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ കിഴുത്തപാത്രത്തിലാണ് ഇങ്ങനെ ഇട്ട് വെച്ച വെള്ളമൊക്കെ നല്ലതായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ തുണിയും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്, നല്ല തുണിയും കൊണ്ട്, വെള്ളം അധികം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മുക്കിയിട്ട് അതിനകത്തോട്ടിടാം. ഒന്നിട്ട് നോക്കാം, അത് ചൂടായിട്ടുണ്ടോ നോക്കാം. അതെ, നല്ല ഉപ്പുണ്ട്. നമുക്ക് തവി അങ്ങ് മാറ്റാം അല്ലേ. ആദ്യം മാവ് കുറച്ച് കുറുകിയാണ് ഇരുന്നത്. പിന്നെ നമ്മളത് കുറച്ചും കൂടെ നീട്ടിയതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ എടുക്കണോ? തിരിക്കുന്നതായിട്ട് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഒന്ന് കോരിയെടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ കുറച്ച് എണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയത്. അല്ലെ ബാക്കി എണ്ണ വരുമ്പോൾ പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് അഴുക്കായിപ്പോൾ, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിൽ കുറച്ച് വീതം ഇട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. മുട്ടയുടെയും മുളകിൻ്റെയും ഒക്കെ ബജി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതുമാണ് കൂണ്. ഇന്ന് വൈകുന്നേരം നമ്മൾ കൂണിൻ്റെ ബജിയും കടുങ്കാപ്പിയുമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.